السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفديناه بذبح عظيم. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനകർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുന്നു, അഥവാ ഫലവത്തമായി വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി, വിചാരം കൂടാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. എല്ലാ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു തആല നമ്മെ അകറ്റി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറത്ത് സാഫാത്ത് 107-ാമത്തെ വചനം. തൊട്ട് മുമ്പുള്ള ആയത്തുകളും ശേഷമുള്ള ആയത്തുകളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കിടത്തി. അങ്ങനെ അവർ രണ്ടുപേരും അനുസരിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്. അറുക്കാൻ പോകുന്ന പിതാവും അറുക്കാൻ കിടന്ന മകനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ആ തയ്യാറെടുപ്പ് അള്ളാഹുവിൻ്റെ മഹത്തായ പരീക്ഷണമായിരുന്നു. അങ്ങനെ ആ വിലക്ക് കൊണ്ട് മതി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശേഷം പറയുകയുണ്ടായി തൊട്ട് മുമ്പിൽ ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ. നിശ്ചയമായും ഞാൻ ഓതിക്കൽപ്പിച്ച ആയത്തിന് തൊട്ട് മുമ്പ് ഇത് പ്രത്യക്ഷമായ ഒരു മഹത്തായ പരീക്ഷണമാകുന്നു എന്ന്. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് ധാരാളമായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പ്രത്യേകം അല്ലാഹുൽ മുഖ്ലിസീനായ അടിയാന്മാർക്ക് കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആർക്കാണോ ഖൈർ ഉദ്ദേശിക്കുന്നത് അതിനെന്ത് ചെയ്യുന്നു, എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു അപകടത്തിൽ പെട്ടു, അതിന് രക്ഷപ്പെട്ടു വരും മറ്റൊരു അപകടം, അതിന് മറ്റൊരു അപകടം. സാമ്പത്തികമായും ശാരീരികമായും കുടുംബങ്ങളിലും ഒക്കെ തന്നെ പല പ്രയാസങ്ങളും ഞെരുക്കങ്ങളും എന്നും ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ ഒരു എന്താ പറയുക മാർഗമില്ലാത്ത അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമ കൈക്കൊള്ളുക. അതാണ് അള്ളാഹു. ക്ഷമിക്കുന്നുണ്ടേ ഇല്ലേ, അതാണ് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് അജബാണ്, സന്തോഷകരമായൊരു കാര്യം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അവന് സന്തോഷം, അവന് ഗുണകരമായി. പ്രയാസകരമായ ഒരു കാര്യം അവന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നു, അപ്പോൾ അതും അവന് ഖൈറായി. അപ്പോൾ സത്യവിശ്വാസിയുടെ കാര്യം അജബാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹദീസിൽ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ത് പരീക്ഷണങ്ങൾ നമ്മൾ ഒന്നാലും ശരി നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, ആത്മഹത്യ ചെയ്യുന്ന സമ്പ്രദായം. അത് ആയിക്കൂടാ ഒരിക്കലും. പ്രയാസങ്ങൾ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ തസ്ബീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർശിൽ. ധാരാളമായി പരീക്ഷകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് അള്ളാഹു ഖുർആനിലും നമുക്ക് നൽകിയിട്ടുണ്ട്, സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു നബി സാഹിബ് മാർഗം, അതാണ് നമ്മളെ പ്രമേയം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനപ്പുറം ഇങ്ങോട്ട് നമുക്ക് പോയിക്കൂടാ. ഏത് സന്ദർഭത്തിലും അതാണ് സ്വീകരിക്കുക. അതാണ് നമ്മളെന്ത് ഈ ഷഹാത്ത് അവിടെ ഉറച്ചു നിൽക്കുക.
അവ ഞാൻ ഓതി കൽപ്പിച്ച ആയത്ത് ഫദൈനാഹു ബിദിബിഹിൻ അലീം. ഫദൈനാഹു അല്ലാഹു തആല പറയുന്നു, അദ്ദേഹത്തിന് നാം ഫിദി നൽകി, ദണ്ഡന നൽകി, ബിദിബിഹിൻ ഒരു അറവ് മൃഗത്തെ, അലീം മഹത്തായ ഒരു ആ സന്ദർഭത്തിൽ അറക്കണ്ട, മകൻ അറക്കണ്ട എന്നതിന് പകരം എന്ത് എടുത്താൽ മതി, അല്ലാഹു തആല ഒരു മൃഗത്തെ നൽകി. അവരുടെ ചർച്ച നടന്നിട്ടുണ്ട് എന്ത് മുഫസ്സിരീങ്ങൾ, ഹദീസൊന്നുമില്ല. ഏതായാലും ശരി, ഒരു മൃഗം നൽകി. മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ആടുണ്ടായിരുന്നു, ആ ഒട്ടകം ഉണ്ടായിരുന്നു. രണ്ടായാലൊന്ന് നൽകി. അതല്ല, എന്തിനു നൽകിയെന്നല്ല, അവിടെ അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു, ആ മൃഗത്തെ അറുക്കുകയും ചെയ്തു. അതിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹജ്ജിൽ അല്ലെങ്കിൽ ബലികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ പ്രവാചക ചര്യകളെ പിൻപറ്റി ജീവിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക, പടച്ച തമ്പുരാനെ അനുസരിക്കുക. അള്ളാഹു ഇത്തഖില്ലാഹ യജ്അൽഹു മഖ്റജ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നു അവനൊരു മഖ്റജ്, ഒരു രക്ഷാമാർഗം അല്ലാഹു തആല കാണിച്ചു തരും. ആ പിടി തവക്കൽതു അല്ലാഹ് ഹസ്ബി അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതാണ് നാം വേണ്ടത്. ശേഷമുള്ള വരികളും നമ്മൾ വായിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് വേണം, എപ്പോഴും പരിശുദ്ധരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഖദ് അഫ്ലഹ മൻ തസക്ക, നമ്മൾ സബ്ബിസ്മിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഖദ് അഫ്ലഹ, നിശ്ചയം വിജയിച്ചിരിക്കൊണ്ട് മൻ ഒരുത്തൻ തസക്ക, പരിശുദ്ധി പ്രാപിച്ചൻ, വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, രക്ഷിതാവിൻ്റെ നാമത്തെ ഓർക്കുകയും നമസ്കരിക്കുകയും ചെയ്തിട്ടുള്ളവൻ. അപ്പം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. അല്ല ദിക്റുല്ലാഹ് അക്ബർ, അള്ളാഹു ഓർക്കുക എന്നുള്ള വമ്പിച്ച കാര്യമാകുന്നു. ഇതുവരെ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ഉണ്ടാവും, അതിനേക്കാൾ ഏറെ ജിഹാദിനേക്കാളും സാഹിബിമാർ ചോദിച്ചു പോയി, ജിഹാദിനേക്കാളും പ്രാധാന്യപ്പെട്ടതാണോ? ജിഹാദിനേക്കാളും പ്രാധാന്യപ്പെട്ട എങ്ങനെ? ജിഹാദിന് വേണ്ടി പോയി, യുദ്ധത്തിന് പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ. അങ്ങനെ എന്ത് ജീവനോട് തിരിച്ചു വന്നു എങ്കിൽ അതിനേക്കാളും പ്രാധാന്യം. മറ്റൊരാളോ സമ്പത്തും അതേപോലെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു, അവൻ്റെ പ്രാധാന്യമില്ല. ഷഹീദായി മരിച്ചുപോയി, രണ്ടു ശ്രോതാക്കൾ തന്നെ അല്ലേ പങ്കെടുത്തവർ, പ്രാധാന്യമില്ല. ഹദീസിൽ പറയാണ്. അപ്പം അള്ളാഹു ഓർക്കുക എന്നുള്ളത്. നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച് എന്ത് ചെയ്യുന്നു, നമ്മളെ പല ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ഹദീസുകൾ ശ്രദ്ധപ്പെടുത്തേണ്ടായി. ചില ആളുകളൊക്കെ സുബഹിസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കാതെ അപ്പുറത്ത് പോയി ദിക്റുദുആ ചൊല്ലി അത് സുബഹിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലം സുന്നസ്കരിച്ച് സന്തോഷത്തോട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹജ്ജും ഉംറയും ചെയ്ത് കൂലി കിട്ടിയെന്ന്. അത്രയൊന്നും വേണ്ട. രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നമ്മൾ ക്ലാസ് പങ്കെടുത്ത് ഫർളാണ്, മറ്റ് സുന്നത്താണ് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഒതു ചെയ്യാൻ പഠിപ്പിക്കുന്നു അപ്രകാരം എന്ത് ചെയ്യുന്നു, ഒതു ചെയ്യുക. അതൊന്നുകൂടി നമ്മൾ അങ്ങനെ അവയവങ്ങളിലൊക്കെ പാപ്പള ഒഴുകി പോകും. ശേഷം പ്രാർത്ഥിക്കുക. ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്ന് ഫർളാണ്, സുന്നത്തൊന്നും പറഞ്ഞിട്ടില്ല. ആ നമസ്കാരത്തിൽ നിന്ന പ്രത്യേകത എന്താണ്? അതിൻ്റെ മനസ്സ് അള്ളാഹുലേക്ക് എന്ത് ചെയ്യുക, ഫറ ഖൽബുഹു ഇലാഹി തആല, മറ്റു ചിന്തകൾ ഫറ കണ്ട് ഒഴിഞ്ഞിട്ട് അള്ളാഹുലേക്കാണ് ഒഴിച്ചുവിടുക. അങ്ങനെ അവർ നമസ്കരിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കും, പാപ്പങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഒന്നല്ല രണ്ടല്ല 7 പ്രാവശ്യം ഞാൻ കേട്ടതുകൊണ്ടത് പറയേണ്ടത് കൂടി ചേർത്തി പറയുണ്ടായി. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം വാങ്ങിക്കൊണ്ട് അമൃത അബസ അബ്ദുല്ലാഹിൻ്റെ ഇസ്ലാം സ്വീകരണം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഹദീസ് നോക്കിയാൽ നമുക്ക് മക്ക മുതൽ മദീന വരെയുള്ള കാലഘട്ടത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ എന്ത് കൂടി അതിൽ മനസ്സിലാക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുക. എന്ത് ചെയ്യണം? പരിശുദ്ധി പ്രാപിക്കുക. നമ്മൾ അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ടിരിക്കുക. അതിനെതിരായി നിൽക്കുന്ന പിശാചിനെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക. ബൽ തുസിറൂന ഹയാത്ത ദുനിയ, തുടർന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇഹലോക ജീവിതത്തിൽ മുൻതൂക്കം നൽകുന്നു. അങ്ങനെയല്ലേ നമ്മളിവിടെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഫർളായ കർമ്മം ഇതിൽ പങ്കെടുക്കാതെ, നമസ്കാരം ഫർളാണ്, ശേഷം ഒരു ഖുർആൻ പഠിക്കാൻ ഫർളാണ്. നിങ്ങൾക്കറിയാമല്ലോ, 13 വർഷക്കാലം വിശ്വാസം പഠിപ്പിച്ച കാര്യമാണ്. ഖുർആൻ ശേഷമാണ് നമസ്കാരം നിർബന്ധമാക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാതെ എന്ത് ചെയ്യുന്നു? അത് എങ്ങനെയാണ് അവതരിപ്പിച്ചത്? അപ്രകാരം എന്ത് ചെയ്യുന്നു? ഓതാൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാതെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഹയാത്തുദുനിയ, നിങ്ങൾ അഹീക ജീവിതത്തിൽ മുൻതൂക്കം നൽകുന്നു. പരലോക ജീവിതം ഹൈറാണ്,
ഒബക്ക ഇന്നും ശേഷിക്കുന്നതാണ്. ഇത് ശേഷിക്കൂല, ഇത് നശ്വരമാണ്. ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ യാത്രക്കാരൻ വിശ്രമിക്കാൻ കിടക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ ഒരു കടലിൽ നിന്ന് തുള്ളി വെള്ളം എടുത്ത സന്ദർഭം, അത്രയേ ഉള്ളൂ. തുള്ളി വെള്ളത്തിന് എത്രയേ ഉള്ളൂ. ബാക്കി കടലിൽ വെള്ളം അവിടെ കിടക്കുകയാണ്. പരലോക ജീവിതം, മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. എന്ത്? സ്വർഗം. മറ്റൊന്ന് നരകം. ആ നരകത്തിലേക്കാണ് പിശാച് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത്തരം സൽക്രമങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നു പിശാച്. നമ്മൾ ഓതാറുണ്ട്, ഏത് യഹ്റബിസ്മി ഓതാറുണ്ട്. ആദ്യം അവതരിപ്പിച്ച സൂറത്ത് അതാണല്ലോ, ഒതിയിൽ ഓതണം, വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് കല്ലാ ലാ തുതഹു, അവനെ ആശ്രയിക്കരുത്. വസ്തുത വക്കത്തേരിപ്പ്, നിങ്ങൾ സുജൂദ് ചെയ്യുക, അവനെ കടുക്കുക, അള്ളാഹിലേക്ക് കടുക്കുക. നമ്മൾ സുജൂദ് ചെയ്യുന്നു, മനസ്സിലാക്കണം. നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? സുജൂദ് നമുക്ക് ചെയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. നമ്മൾ സുജൂദ് ചെയ്യുന്നു. ഒക്കെ സുജൂദുകളുണ്ടോ ഒക്കെ സുജൂദുകളൊക്കെ തന്നെ നമ്മൾ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് പിശാചിൻ്റെയും പിശാചിൻ്റെ കൂട്ടാളികളെയും ഇനി അനുസരിക്കരുത്. ആദ്യം സഹസാരം വരുന്ന അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക. പരിഭാഷ നമ്മൾ കൈവിഷയം ഉണ്ടല്ലോ, ഓർച്ചു നോക്കുക. വസ്തുത വക്കത്തേരിപ്പ്, സുജൂദ് ചെയ്യുക, അവനെ അടുക്കുക. സുജൂദ് ചെയ്തും കൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. പിശാചിനെയും പിശാചിൻ്റെ ആൾക്കാരും പിൻപറ്റരുത് എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് പിശാചിൻ്റെ കയ്യിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്നവരിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു ഹദീസ് പറയുമ്പോൾ ധാരാളം ഹദീസുകൾ പലപ്പോഴായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഹദീസുകൾ നിങ്ങൾ മനസ്സിലുണ്ടോ ഇല്ലേ, ഞങ്ങളിത് പോസ്റ്റ് ചെയ്യാറുമുണ്ട്. പഠിക്കണം, എന്നിട്ട് ഞാൻ മറ്റുള്ള നമ്മുടെ സഹോദരന്മാരെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്കെന്തുള്ളൂ, നമുക്ക് ഇഹ്ലാത്തും പരലോകത്തും രക്ഷ കിട്ടുള്ളൂ. ഖുർആൻ പഠിക്കുക, അതിൻ്റെ തഫ്സീർ ഹദീസ് പഠിക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക? ഉപദേശിച്ച കാര്യങ്ങൾ പുറമെ വിട്ടു നിൽക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും ചെയ്ത് പാർഥ്യമാക്കുക. എന്നിട്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അതാണ് നബി സഹാബത്ത് ജീവിച്ച മാർഗം. അപ്പോൾ ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് ആശയം ഞാൻ പറയാം, അവസാന ഭാഗം പറയാം. മുഴുവനും ആവശ്യമുള്ളവർക്ക് ഹദീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളവർ ഇവിടെ ഇരിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ അല്പം പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം യഹൂദികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് 71 പിരിഞ്ഞു. അതേപോലെ തന്നെ നസ്രാണികളെ 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം ഈ നിങ്ങളെ ഉമ്മത്ത് 73 പിരിയും. അപ്പോൾ കുല്ലും ഫിന്നാർ, ഈ എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു കൂട്ടർ ഒഴികെ. ഖീല, അങ്ങനെ സഹാബിയോട് ചോദിക്കപ്പെട്ടു, മൻ ഹിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവരാരാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന അലാ മിസ്ല മാ അന അലൈഹി വസ്ഹാബി. വ്യത്യസ്ത രൂപത്തിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ശരിയാണ്. മിസ്ല ഉണ്ടാവില്ല ചിലതിൽ, മാ അന അലൈഹി വസ്ഹാബി എന്നേ ഉണ്ടാവുള്ളൂ. ഏതായാലും ശരി, മൻ കാന അലാ ആരായി മിസ്ല പോലെ, മാ അന ഞാനും, അലൈഹി അതിൻ്റെ മേൽ, ഒരു മാർഗത്തിന് മേലാണ് ഞാൻ, ഓ സാബി എൻ്റെ സാഹിബിമാരും, ഞാനും എൻ്റെ സാഹിബിമാർ ഏതൊരു മാർഗത്തിലാണോ അതേപോലെ ആരാണോ ഉള്ളത് അവരായിരിക്കും സ്വർഗത്തിൻ്റെ അവകാശികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നബി സാഹിബ് ഉപയോഗിച്ച മാർഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴായി ഖുതുബകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഷർറുൽ ഉമൂർ മഹ്ദാതുഹ, മതകാൻ ഷർറായത് അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു. സമസ്തക്കാരെ പ്രമേയം അവർ എഴുതി ഉണ്ടാക്കിയത്, പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അള്ളാഹുവിൻ്റെ പ്രമേയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് പഠിപ്പിച്ചെന്ന്, ആ പ്രമേയമാണ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. എന്ത് ചെയ്യണം? ഈ പ്രമേയമായിരിക്കണം നമ്മൾ പിൻപറ്റേണ്ടത്. ഔലിയാ റസൂലും അത് പഠിപ്പിച്ചു തരാനാണ് ആരെ കൊണ്ട് പറഞ്ഞയച്ചത്? അള്ളാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആനിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പിൻപറ്റിയായിരിക്കണം നാം മരിച്ചോളം ജീവിക്കേണ്ടത്. മറ്റൊരാളെയും നമ്മൾ പിൻപറ്റിക്കൂടാ. ആ പിൻപറ്റുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ശിർക്കിലും ബിദ്അത്തിലേക്കും പോകുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അവരുടെ പ്രമേയം, സമസ്തക്കാരുടെ പ്രമേയം ചെറിയ രൂപത്തിൽ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, എന്നിട്ട് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കേരളത്തിൽ മുസ്ലിം അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 31 കാര്യങ്ങൾ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള സഹായം ചോദിക്കുക. അന്ന് ഖുർആൻ ഹദീസ് തെളിവ് ധരിച്ചിട്ടില്ല. നമ്മളെ പ്രമേയോ നബി സാഹിബ് ഉപയോഗിച്ച മാർഗം, രണ്ട് വ്യത്യാസം മനസ്സിലാക്കുക. അന്ന് മുതൽ ഇന്നേ വരെ, കാലഘട്ടം മുതൽ ഇന്നേ വരെ നമ്മൾ ആ പ്രമേയത്തിലാണുള്ളത്. ആ പ്രമേയത്തിൽ നമ്മൾ ആവേണ്ടത്. എങ്കിലും നമുക്ക് എന്തുള്ളൂ?
സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാരോട് സഹായം ചോദിക്കാനോ വഫാദായ പ്രവാചകനോ പാപം നേടുവാനോ ആരും പഠിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. സാഹിബ് ചരികളുമില്ല. അത് ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. ഇസ്ലാം നബിയോട് രക്ഷ ചോദിച്ചിരുന്നു, മൂസാ നബിയോട് രക്ഷ ചോദിച്ചിരുന്നു യഹൂദികളെ. അങ്ങനെയുള്ളവരുടെ അത് നമ്മൾ പിൻപറ്റിയാൽ അത് അനാചാരമാണ്, ഷർറ ഉമൂറാണ്. അത് നബിചര്യയിൽ പെടാത്ത കാര്യമാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട്, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട്, രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ട്, നേർച്ച അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ത് യഥാർത്ഥ വിശ്വാസികളെ. അതിനെതിരായ പ്രമേയത്തിൽ എന്ത് എഴുതി വെച്ചുകൊള്ളു? മനുഷ്യരോട് സഹായം ചോദിക്കാൻ എഴുതി വെച്ചുകൊള്ളു. ആ പ്രമേയം ഇബ്ലീസിന് പ്രമേയമാണ്, നമ്മൾ സ്വീകരിക്കരുത്. മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിലും മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളും മനുഷ്യരിലും പെട്ട ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യ റബ്ബിനാസ് ഓതുമ്പോൾ. ആ കാര്യം ഓർക്കുക. മനുഷ്യരിലുണ്ടാവും വഴിപ്പിക്കുന്നവർ, ജിന്നുകളിലും ഉണ്ടാവും. അപ്പോൾ അതിൽ രക്ഷ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടോ ഏതാണ് സ്വീകരിക്കേണ്ടത്? ഇഖ്റസ്വാത്തുൽ മുസ്ലിം, ചൊവ്വായ പാത. സ്വാത്തുല്ലദീന അൻഅംതഅലൈഹിം, നീ അനുഗ്രഹിച്ച പാത, നബി സാഹിബ് ഉപയോഗിച്ച മാർഗം. അത് നമുക്ക് മുമ്പിലുണ്ട്, ഖുർആൻ ഹദീസുണ്ട്. അതിന് ഖിയാമത്ത് നാളെ കാത്തു സൂക്ഷിക്കും അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറബി അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. പരിഭാഷകളുണ്ട്. സമസ്തക്കാരാണോ നിങ്ങൾ? സമസ്ത പരിഭാഷ ഉണ്ട്, കൈവശം ഉണ്ട്. അത് എടുത്താൽ മുജാഹിദ് പരിഭാഷ നോക്കണ്ട. ഏത് കാലത്താണ് നിങ്ങൾക്ക് അത് ശരിയാണോ തോന്നുന്നു, ആ സമയത്ത് മാത്രം ഉറപ്പ് വരുമ്പോൾ മാത്രം മുജാഹിദ് പരിഭാഷ നോക്കുക. എന്നപോലെ തന്നെ സമസ്തയുടെ എന്തുണ്ട് ഹദീസുകളുണ്ട്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസുകളുണ്ട്, നിങ്ങളെ കൈവശമുണ്ട്. അത് നോക്കുക. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസുകളുണ്ട്, റിയാദ് സാഹിബിൻ്റെ ഹദീസുകൾ പരിഭാഷകൾ കൈവശമുണ്ട്. ഇഷ്കാത്തിന് പരിഭാഷ ഉണ്ടാവാം. 6 പരിഭാഷകൾ ഒന്നായി ഒരുമിച്ചിട്ട് കമാൽ പാഷ, അതൊക്കെ നമ്മളെടുത്ത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ സഹീഹ് ഹദീസുകൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നമ്മളെന്ത് വേണം? പഠിക്കണം. നമ്മൾ വീട്ടിൽ പഠിക്കാം, മൊബൈലിലൂടെ പഠിക്കാൻ സൗകര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അനാചാരം വിട്ടു നിന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളിലേക്ക് നാം എത്തിപ്പെടണം. എങ്കിൽ നമ്മളെ ഒറ്റയ്ക്കാണ് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുക. ആരും ഖബറിലുണ്ടാവില്ല, പരലോകത്തുണ്ടാവില്ല. എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് പിശാചിന്റെ കയ്യിൽ പെടാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചര്യ പഠിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പിൻപറ്റി ജീവിക്കുന്ന, മാതൃകളായി ജീവിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ കൂടുതൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി എനിക്കുമാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الله ഞങ്ങൾ നിന്നോടെല്ലാം മറ്റാരും പ്രാർത്ഥിക്കുന്നവരല്ല, നിനക്കെല്ലാം നേർച്ചകൾ അർപ്പിക്കുന്നവരല്ല, നിന്നോടെല്ലാം സങ്കടം പറയുന്നവരല്ല, പാപം തേടുന്നവരല്ല, എൻ്റെ യഥാർത്ഥ മുഖ്ലിസായി ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പഠിച്ച തമ്പുരാനെ നിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രയാസങ്ങളും ദരിദ്രങ്ങളും ബുദ്ധിയും കൊണ്ട് ഒക്കെ ഓരോരുത്തരും വ്യത്യസ്തമാണ്. നിനക്കറിയാം. ഞങ്ങൾ രോഗികളായ പല ആളുകളുമുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രിയിലുണ്ട്. ഞങ്ങൾ ദുആക്ക് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അല്ലാഹുവേ മാനസികവും ശാരീരികമായ ശമനം നൽകി നിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണമേ. ഖുർആനും ഹദീസും പഠിക്കുവാനും അതിന് ജീവിക്കുവാനും നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.